ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷത്തിലുള്ള യാത്രയുടെ ആദ്യ ഭാഗമായ മത്തായി 1-ാം അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്തായി 1:1. ഈ വാക്യം വംശാവലിയുടെ സുവിശേഷം മുഴുവൻ്റെയും ശീർഷകമായി മനസ്സിലാക്കുന്നതാണ്. ഗെനസിസ് എന്ന ഗ്രീക്ക് വാക്കിന് ജനനം, ഉത്ഭവം എന്നീ അർത്ഥങ്ങളുണ്ട്. അബ്രഹാത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് ഇപ്രകാരമാണ്: അബ്രഹാത്തിനോട് ദൈവം, നിന്റെ സന്തതി പരമ്പരയിൽ രാജാക്കന്മാർ വാഴുമെന്ന് ആളുകൾക്ക് മുമ്പ് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. ഉൽപ്പത്തി 17:7. അങ്ങനെ യേശുവിൻ്റെ സാർവത്രിക ദൗത്യത്തിൻ്റെ വിശാല ചക്രവാളം സ്പഷ്ടമാക്കാൻ വംശാവലിയിലെ അബ്രഹാത്തിൻ്റെ നാമത്തിന് ദൈവം അനുഗ്രഹം കൊടുത്തു എന്നതാണ്. അടുത്തതായിട്ട് ദാവീദിന്റെ പുത്രനാണ്. യേശുവിനെ കുറിച്ചാണ് പ്രകാരം പറയുന്നത്. ഗ്രീക്ക് മൂലഗ്രന്ഥത്തിൽ ദാവീദിന്റെ പേര് ആദ്യം തന്നെ പരാമർശിച്ചിരിക്കുന്നത് യേശുവിൻ്റെയും മിൽസഹായത്തിലേക്കും രാജകത്തിലേക്കും തുടക്കം മുതലേ വിരൽ ചൂണ്ടുന്നു. ദാവീദ് രാജാവായിരുന്നതിനാൽ അവൻ്റെ അവകാശത്തിൽ വീണ്ടും ഒരു രാജാവ് ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. 2 സാമുവേൽ 7:16, സങ്കീർത്തനം 89:3-4 നമ്മൾ ഇത് പ്രകാരം വായിക്കുന്നു. അടുത്തത് ഉത്ഭവ ചരിത്ര ഗ്രന്ഥമാണ്. ബിബ്ലിയോസ് ഗെനേസിയോസ് എന്ന ഗ്രീക്ക് പ്രയോഗം പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യനെയും ഉൽപ്പത്തി ചരിത്ര സൂചകമായി പഴയ നിയമത്തിലെ 24:51 ഉൽപ്പത്തി എന്നിവ നമ്മൾ കാണാവുന്നതാണ്. യേശു 1-ാം നൂറ്റാണ്ടിലെ യഹൂദർക്കിടയിൽ പൊതുവെ കണ്ടിരുന്ന ഒരു നാമം. ഹെബ്രായ ഭാഷയിൽ യാഹുവെ രക്ഷിക്കുന്നു എന്നർത്ഥമുള്ള ജോഷുവ എന്ന ചുരുക്കപ്പേര്. എന്ന പേരിന് ഗ്രീക്കിൽ യേസൂസ് എന്നാണ് ഭാഷ്യം. സുറിയാനി പാരമ്പര്യം അനുസരിച്ച് ഈശോ എന്നും ലത്തീൻ പാരമ്പര്യം അനുസരിച്ച് മിശിഹ എന്നും നാം വിളിക്കുന്നു. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ക്രിസ്തു എന്ന പദമാണ്. ഹെബ്രായ ഭാഷയിലെ മഷിഹായ എന്നതിൻ്റെ ഗ്രീക്ക് തുല്യ പദമാണ് ക്രിസ്തോസ് അഥവാ അഭിഷിക്തൻ എന്നർത്ഥം. മലയാളത്തിൽ സുറിയാനി പാരമ്പര്യം അനുസരിച്ച് മിശിഹ എന്നും ലത്തീൻ പാരമ്പര്യം അനുസരിച്ച് ക്രിസ്തു എന്ന് നാം വിളിക്കുന്നു. ലൂക്ക 4-ാം അധ്യായം 18-19 പ്രകാരം യേശു പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ഈ സംജ്ഞയാണ് മത്തായി തന്റെ സുവിശേഷത്തിൽ ഉടനീളം സ്പഷ്ടമാക്കാൻ ശ്രമിക്കുന്നത്. അടുത്തത് അബ്രഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. സത്യത്തിൽ അവിടെ വേണ്ടത് അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു എന്നാണ്. അക്ഷരാർത്ഥത്തിൽ വിവർത്തനം ചെയ്യപ്പെടേണ്ടിയിരുന്നത് ഗനാവോ എന്ന ക്രിയയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് 1-ാം അധ്യായം 16-ാം വാക്യമാണ്. ഇവിടെ ജോസഫിനെ യേശുവിന്റെ പിതാവായിട്ടല്ല, മറിയത്തിന്റെ ഭർത്താവായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കന്യക ഗർഭധാരണം സ്ഥാപിക്കാൻ ഇത് അവസരമൊരുക്കുന്നു. നിയമാനുസൃതമായി ജോസഫ് യേശുവിന്റെ വളർത്തിയ പിതാവ് തന്നെയാണ്. അദ്ദേഹമാണ് ശിശുവിനെ നാമകരണം ചെയ്യുന്നത്. തിരുകുടുംബത്തിലെ സംരക്ഷകനും അദ്ദേഹം തന്നെ. ദത്തെടുക്കപ്പെടാനാണെങ്കിലും യേശു യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള പൂർണ്ണ പിന്തുടർച്ച അവകാശത്തിന് അർഹനാണ്. ചില പ്രാചീന ഗ്രീക്ക്, ലത്തീൻ കയ്യെഴുത്ത് പ്രതികളിൽ യേശുവിന് ജന്മം നൽകിയ മറിയത്തിന് വിവാഹം നിശ്ചയം ചെയ്തിരുന്ന ജോസഫ് എന്ന് കാണുന്നു. ഒരു സുറിയാനി കയ്യെഴുത്ത് പ്രതിയിൽ കന്യകാമറിയത്തിൻ്റെ പ്രതിഷ്ഠിതവരനായ ജോസഫായിരുന്നു ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന യേശുവിൻ്റെ പിതാവ് എന്നും നമ്മൾ കാണുന്നു. അടുത്തത് 1:17. 14 തലമുറകൾ. ബാബിലോൺ പ്രവാസകാലം. BC 596 ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ഇസ്രായേൽക്കാരെ പ്രവാസത്തിലേക്ക് നയിച്ചു. ഇതോടെ ഇസ്രായേലിൽ ദാവീദ് വംശം അന്യം നിന്നുപോയി. അതിനുശേഷം മുറ അനുസരിച്ചുള്ള കിരീടാവകാശികൾ ഇല്ലാതായി. ദൈവത്തിൻ്റെ ഉടമ്പടി വാഗ്ദാനം പൂർത്തിയാക്കാനും ദൈവത്തിൻ്റെ രാജവംശം എന്നേക്കുമായി പുനഃസ്ഥാപിക്കാനുമാണ് ഇസ്രായേൽ കാത്തിരുന്ന രക്ഷകനായ മിശിഹ വന്നിരിക്കുന്നത്. അടുത്തത് മത്തായി സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. അതിൽ വിവാഹ നിശ്ചയം എന്ന് നമ്മൾ കാണുന്നുണ്ട്. പുരുഷനും സ്ത്രീയും ഭർത്താവും ഭാര്യയുമായി തീരുന്നതിൻ്റെ ആദ്യപടിയാണ് വിവാഹ നിശ്ചയം. ഇതിന് ദമ്പതികളുടെ സഹവാസത്തിനുമിടയിൽ 1 വർഷം വരെ കാലാവധി ഉണ്ടായിരുന്നു. നിയമപരമായി ഇവർ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയായതിനാൽ ഉടമ്പടിയിൽ പ്രവേശിച്ചവർ പിന്മാറണമെങ്കിൽ ഒരാളുടെ മരണമോ വിവാഹമോചനമോ സംഭവിക്കണം. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അവിശ്വസ്തത വധശിക്ഷ അർഹിക്കുന്ന കുറ്റമായി കണ്ടിരുന്നു. 19-ാം വാക്യത്തിൽ ജോസഫ് നീതിമാനാകിയാൽ എന്ന ഒരു വാക്യമുണ്ട്. അവിടെ നീതിമാനാകിയാൽ, പൊതുവെ നീതിമാൻ എന്ന പദത്തിന് മോശയുടെ നിയമങ്ങൾ കാർക്കശ്യത്തോടെ അനുഷ്ഠിക്കുന്ന ഇയാൾ എന്നായിരുന്നു അർത്ഥം. എന്നാൽ ജോസഫിൻ്റെ നീതി അത്ഭുതകരമായ വിധം നവീനതയുള്ളതാണ്. 1:20 ജോസഫ് എന്ന ഒരു പേര്. ജോസഫ് എന്ന ഹിബ്രു പദത്തിൻ്റെ അർത്ഥം വർദ്ധിക്കുന്നവൻ എന്നാണ്. വളർത്തുമകനായ യേശുവിലൂടെ വർദ്ധിച്ചൊരു ഓർമ്മയാണ് ജോസഫ്. ജോസഫിനെ കുറിച്ചുള്ള മത്തായിയുടെ ചിത്രീകരണം പഴയ നിയമത്തിലെ ജോസഫിനെ അനുസ്മരിപ്പിക്കുന്നു. ഇവർ തമ്മിൽ 5 കാര്യങ്ങളിൽ ഒരു സമന്വയതയുണ്ട്. ഒന്നാമത്തത്, 2 പേരും ഒരേ പേരിടുന്നു. ഉൽപ്പത്തി 30:24. രണ്ടാമത്തത്, 2 പേരുടെ പിതാക്കന്മാരുടെ പേര് യാക്കോബ് എന്നാണ്. മൂന്നാമത്തത്, 2 പേരോടും ദൈവം സ്വപ്നത്തിലൂടെയാണ് സംസാരിച്ചിരുന്നത്. നാലാമത്, 2 പേരും നീതിമാന്മാരും നേർമല്യമുള്ളവരുമായിരുന്നു. അഞ്ചാമത്തത്, 2 പേരും തങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചത് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നായിരുന്നു. 1:23 നമുക്ക് കാണാം, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഏശയുടെ പ്രവചനത്തിൽ നിന്നാണ് മത്തായി കന്യക എന്ന ആ ഒരു വാക്ക് ഉദ്ധരിക്കുന്നത്.
ആൽമ യുവതി എന്ന ഹിബ്രു പദം പാർത്തനോസ് കന്യക എന്ന് പരിഭാഷപ്പെടുത്തിയ സുവിശേഷകൻ ആധാരമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിനെ പല തിന്മകളിൽ നിന്ന് രക്ഷിച്ച് എസെക്കിയാ രാജാവിൻ്റെ ജനനത്തെക്കുറിച്ചോ യേശയ്യായുടെ തന്നെ പുത്രനെക്കുറിച്ചോ ആയിരിക്കാം ഈ പ്രവചനം. എന്നാൽ കന്യകയിൽ നിന്നുള്ള യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് പ്രവചനമായി ഇതിനെ മത്തായി വ്യാഖ്യാനിക്കുന്നു. 1:23 ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ നാമമിടാൻ മാലാഖ കൽപ്പിക്കുമ്പോൾ ദൈവം കൂടെ വസിക്കുന്ന നിരന്തര അനുഭവവും പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് പുറപ്പാട് സംഭവത്തിൽ മേഘം, ദീപ്തസ്തംഭം, വാഗ്ദാന പേടകം, സമാഗമന കൂടാരം എന്നിവയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അത് ഇസ്രായേലിലാണ് ഉണ്ടായിരുന്നത്. ജെറുസലേം ദേവാലയത്തിലെ ദൈവ സാന്നിധ്യം വർഷത്തിൽ 3 പ്രാവശ്യം യഹൂദരെ തീർത്ഥാടകരാക്കി മാറ്റി. ദൈവിക സാന്നിധ്യത്തിൻ്റെ ഈ മൂർത്തരൂപം മനുഷ്യനായി അവതരിച്ച യേശുവിലാണ് ലോകം കണ്ടത്. ഇമ്മാനുവേൽ എന്ന പേര് യേശുവിനായി ഈ വചനത്തിലില്ലാതെ ഒരിക്കൽ പോലും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നത് നമ്മൾ വിസ്മയമുണർത്തിയേക്കാം. എന്നാൽ ഇതാ യുഗാന്ത്യം വരെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന സുശാന്തം ഉദ്ധിതനായ യേശുവിൻ്റെ നിരന്തര സാന്നിധ്യത്തിനുള്ള ഉറപ്പാണ്. തിരുസഭയിലൂടെയും തിരുവചനത്തിലൂടെയും ദിവ്യകാരണത്തിലൂടെയും കഷ്ടപ്പെടുന്നവരിലുമാണ് ഇപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം പ്രകടമാകുന്നത്. 1:25 പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല, അവൻ യേശുവെന്ന് അവനെ പേര് വിളിച്ചു. ഇന്നത്തെ പുത്രനെ പ്രസവിക്കുന്നതുവരെ ഗ്രീക്കിലെ എയോസ് എന്ന പദം യേശുവിൻ്റെ ജനനത്തിന് ശേഷം അവർ സാധാരണ വൈവാഹിക ജീവിതം തുടർന്നുവെന്ന് ധ്വനിപ്പിക്കുന്നില്ല. വരെയെന്ന് അർത്ഥമാക്കുന്ന ഗ്രീക്ക് വാക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കാലപരിധിയാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും കാണുന്നവരെ ദൈവത്തിന് സ്തുതി.